നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ വയനാട് ബ്യൂറോയിലെ കമലും ഒപ്പം തന്നെ മാർഷലും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു റെസ്ക്യൂ വനംവകുപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഉടൻ തന്നെ ഞാനും ക്യാമറാമാനും സജിയും നേരെ ആ ഭാഗത്തേക്ക്, അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള യാത്രയായിരുന്നു. ഈ അട്ടമല കഴിഞ്ഞ് അതിന് പിൻവശത്തുള്ള കാട ഫോറസ്റ്റ് മേഖലയിലാണ് ഈ കുഞ്ഞുങ്ങളെ എത്തിച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അവിടേക്കാണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ആ ഒരു കുഞ്ഞ് ഷെഡ്, ഒരു ഫോറസ്റ്റിൻ്റെ ഒരു കുഞ്ഞ് ഷെഡുണ്ട്. ആ ഷെഡിനുള്ളിൽ തകരപ്പാട്ട കൊണ്ടുണ്ടാക്കിയ ഒരു ഷെഡാണ്. അതിനുള്ളിൽ നിലത്ത് തീ കത്തിച്ചു വെച്ചിട്ട് അതിന് ചുറ്റും 4 ഫോറസ്റ്റ് ഓഫീസർമാർ 3 കുഞ്ഞുങ്ങളെ ഇങ്ങനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് അവരെ ഇങ്ങനെ ചൂട് കായ്ക്കുന്ന ഒരു രംഗമാണ് ഞങ്ങൾ കാണുന്നത്. അത് കണ്ടതോടെ ഞങ്ങൾ തകർന്നു പോയി. കാരണം പിന്നീട് അത്തരം ഒരു കാഴ്ച ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ കുഞ്ഞു മുഖം, അവർ പുറം ലോകത്തു നിന്നുള്ള മനുഷ്യരെ ആദ്യമായി കാണുകയായിരുന്നു. ഞങ്ങളെയാണ്, ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ് ഞങ്ങളെയാണ് കാണുന്നത്. അപ്പോൾ ആ കുട്ടികളെ കിട്ടിയ കഥ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതായത് അവരിങ്ങനെ റെസ്ക്യൂ, ആദിവാസി ഊരുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് വഴിയിൽ ഒരു സ്ത്രീയെ കണ്ടത്. അപ്പോൾ ആ സ്ത്രീയോട് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് അവർ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ഗുഹയിൽ കഴിയുന്നവരാണ്. അവിടെ നിന്ന് കുഞ്ഞുങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് തിരിച്ച് അരിയുണ്ടോ എന്നറിയാൻ വേണ്ടി കോളനിയിലേക്ക് വന്നതാണ്. പക്ഷേ അവിടെ അരി കിട്ടിയില്ല, എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഇവർ 7 കിലോമീറ്റർ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്, ഒരു പക്ഷേ ഈ ഭൂപ്രകൃതി അറിയുന്നവർക്ക് മനസ്സിലാകും അതിൻ്റെ റിസ്ക്. അവർ ജീവൻ പണയം വെച്ച ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ താഴേക്ക് പോയി. ഒരു ചെറിയ കയറ് മാത്രമാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. ഈ കുഞ്ഞുങ്ങളെ, അതിൻ്റെ പിതാവിനെയും അവർ ഏറ്റെടുത്തു. ഈ കുഞ്ഞുങ്ങളെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ബെഡ്ഷീറ്റ് കീറി നെഞ്ചിൽ ചേർത്ത് കെട്ടിയാണ് മുകളിലേക്ക് കൊണ്ടുവന്നത്. ഈ ദുരന്തമുണ്ടായ ശേഷം ആ കുഞ്ഞുങ്ങൾ അരിയാഹാരം കഴിച്ചിട്ടില്ല. അവർ ചെല്ലുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാണുന്നത് അവർ ഈ ചെറിയ കിഴങ്ങുമൊക്കെ കഴിച്ചിരിക്കുന്നതാണ്. അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ ഈ ഫോറസ്റ്റ് ഓഫീസിൽ കാണുമ്പോൾ അവർക്ക് പുളിഞ്ചിക്ക ആണ് ഉദ്യോഗസ്ഥർ കൊടുക്കുന്നത്. വേറെ ഒരു ഫുഡും അവർക്ക് എത്തിയിരുന്നില്ല. വെള്ളവും കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുകയാണ്. താഴെ മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് ഫുഡ് അവർക്ക് എത്തുന്നുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോഴേക്കും നമ്മൾ ഈ വാർത്തയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ വേഗത്തിലായി. താഴെ നിന്ന് ഫയർഫോഴ്സിൻ്റെ ഒരു സംഘം ബിസ്ക്കറ്റ് കൂടുകളുമായിട്ട് ഓടി അവിടേക്ക് വരികയും ചെയ്തു. അതവർക്ക്, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതവർക്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അവർ സേഫാണ്. ആ കുഞ്ഞുങ്ങൾ, 3 കുഞ്ഞുങ്ങൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ട്. അമ്മയും ഒരു കുഞ്ഞും താഴെ മറ്റൊരു പാടിയിൽ, ഒരു 2-3 കിലോമീറ്റർ അപ്പുറം ഒരു പാടിയിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയെ അടുത്ത കുഞ്ഞിനെയും കൂടി അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം അവരവിടെ നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഈ ഇരുടുകയും കോട ഇറങ്ങുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചിറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് വനത്തിനുള്ളിലൂടെ പുറത്തേക്ക് വന്നത്. ഏതായാലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് എനിക്കും ക്യാമറമാൻ സജിക്കും ഉണ്ടായത്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. മാത്രമല്ല കുഞ്ഞുങ്ങളുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അവർ ഞങ്ങളെ നോക്കിയ നോട്ടം, ഒരു കുടുംബം, ആ കുടുംബത്തിൽ അച്ഛനും അമ്മയും 4 കുട്ടികളുമാണുള്ളത്. കുട്ടികളെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞുങ്ങളാണ്. അവരുടെ അച്ഛനും 3 കുട്ടികളുമാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പക്കലുള്ളത്. ആദ്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാണുന്നത് അമ്മയും ഒരു കുഞ്ഞിനെയുമായിരുന്നു. അവരെ ആദ്യം തന്നെ അവരൊരു പാടിയിൽ, ഈ എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പാടിയിൽ സുരക്ഷിതമാക്കിയിട്ടാണ് ഇവർ റെസ്ക്യൂവിന് പോയത്. അതിനുശേഷം ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഏതാണ്ടൊരു അരമണിക്കൂറിന് മുമ്പാണ് ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്തിയത്. പെട്ടെന്ന് തന്നെ അവർക്ക് ചൂടൊക്കെ കൊടുക്കേണ്ടതുകൊണ്ടാണ് അവിടെ തന്നെ അവർ ക്യാമ്പ് ഒരുക്കിയത്. മാത്രമല്ല ഈ വിഭാഗം ആൾക്കാർ പുറം ലോകവുമായി അധികം ബന്ധപ്പെടുന്നവരല്ല. അവർ ഈ ഗുഹകളിലുമൊക്കെയാണ് കഴിയുന്നത്. ഇവിടെ സംഭവിച്ചത്, ഈ കുഞ്ഞുങ്ങൾ, അവർക്കൊരു വസ്ത്രം പോലും ഇല്ലായിരുന്നു. അപ്പം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഇവരൊരു ഗുഹയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഉരുൾപൊട്ടുന്നതിന് തൊട്ട് മുമ്പ് അവർക്ക് ഈ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ മനസ്സിലാവുകയും അവർ തൊട്ട് താഴെയുള്ള ഒരു കുഴിയിലേക്ക് മാറുകയും ചെയ്തു. ഇവർ നേരത്തെ കഴിഞ്ഞിരുന്ന ഗുഹയുടെ സമീപത്തു കൂടിയാണ് ഉരുൾപൊട്ടി പ്രളയജലം ഒലിച്ചു പോയത്. അപ്പോൾ ഇവരവിടെ സേഫായിരുന്നു. പക്ഷേ ഇവർക്ക് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അത് തേടിയാണ് അമ്മ ഇറങ്ങിപ്പോയത്. ഇവർ ചെല്ലുമ്പോൾ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചെല്ലുമ്പോൾ ആ കുഞ്ഞുങ്ങൾ തണുത്ത് പറിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് ആദ്യം ചൂടാണ് വേണ്ടിയിരുന്നത്, ചൂടും വെള്ളവും. അങ്ങനെ അവർ കാട്ടിൽ നിന്ന് ശേഖരിച്ച വിറകുകൊള്ളികൾ കൊണ്ടൊരു തീക്കുണ്ടമുണ്ടാക്കി അതിന് ചുറ്റും ഈ കുഞ്ഞുങ്ങളെ ഇരുത്തി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന രംഗമാണ് ഞങ്ങൾ കണ്ടത്. ഏതായാലും കുഞ്ഞുങ്ങൾ സേഫാണ്. പക്ഷേ അവരെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവർ പുറത്തുള്ള ആൾക്കാരുമായി മിങ്കിൾ ചെയ്യില്ല. അതുകൊണ്ട് ഈ ഫോറസ്റ്റ് ക്യാമ്പ് ഓഫീസ് എന്ന് പറഞ്ഞ ഒരു തകര ഷെഡാണ്. അതിൻ്റെ മുന്നിൽ ഒരു പ്രത്യേക ഷെഡ് കെട്ടി അവരെ അവിടെ ഇനിയുള്ള ദിവസങ്ങളിൽ അവിടെ താമസിപ്പിക്കാനാണ്. അവർ ആവശ്യം, അവർക്കൊരു കുടിൽ വേണം എന്നുള്ളതാണ്. അതുകൂടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞു, ഒരു കുടിൽ അവർക്ക് വേണം. ആ കുടിലും കൂടി അവിടെ കെട്ടിക്കൊടുക്കണം. പക്ഷേ പുറത്തു നിന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പുറത്തു നിന്ന് നമ്മളെപ്പോലുള്ളവർ
സഹായവുമായി അവരുടെ അടുത്തേക്ക് പോകേണ്ടതില്ല. എന്തെങ്കിലും സഹായം ചെയ്യാനുണ്ടെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയാണ് സമീപിക്കേണ്ടത്. കാരണം ഇവർ നേരിട്ട് നമ്മളെ പോലുള്ള ആൾക്കാരുമായി മിങ്കിൾ ചെയ്യുന്നവരല്ല. നമ്മളെ കാണുമ്പോൾ അവർ ഭയചകിതരാകുന്നുണ്ട്. ഞങ്ങളെ കണ്ട ഒരു കൗതുകമൊക്കെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുണ്ട്, കണ്ണുകളിൽ കാണാമായിരുന്നു. ഏതായാലും അവർ സേഫാണ്. അവർക്കിപ്പോൾ ഭക്ഷണം എത്തിയിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞുകൂടാനുള്ള എല്ലാ സുരക്ഷയും അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. നാളെ അവർക്കൊരു പ്രത്യേക ഷെഡ് അവർ ഉണ്ടാക്കും. കാരണം അവർ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. അവരിപ്പോൾ നിൽക്കുന്ന ഭാഗം ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് തൊട്ട് മുകളിലാണ്. പക്ഷേ ചൂരൽമല പുഴ ഒഴുകുന്നതിനൊക്കെ മുകളിലേക്കാണ്. അവിടെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയൊന്നും ഇല്ല ഇപ്പോൾ നിലവിൽ. മാധു.